നമസ്കാരം. ഷെക്കീന ന്യൂസിന്റെ സ്പെഷ്യൽ ഈവനിംഗ് ഡിബേറ്റ് 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം ഇന്ന് വിദേശങ്ങളിലേക്ക് പറിച്ചു നടപ്പെടുന്ന ഒരു കാഴ്ചയ്ക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിന് വേണ്ടി യുവജനങ്ങൾ, കൗമാരപ്രായക്കാരൊക്കെ ഇപ്പോൾ വിദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ചേക്കേറുന്നു. കേരള മൈഗ്രേഷൻ സർവേ കഴിഞ്ഞ വർഷം സമർപ്പിച്ച ഒരു റിപ്പോർട്ട് പ്രകാരം 2018 അപേക്ഷിച്ച് 2023 ഏകദേശം 100% ഒരു വർധനമാണ് വിദ്യാർത്ഥികളുടെ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. 2023 മാത്രം ഏകദേശം 2.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും മറ്റുമായി വിദേശങ്ങളിലേക്ക് കുടിയേറുന്നത്. ഇത് വലിയ രീതിയിലുള്ള ഒരു സാമൂഹ്യ പ്രതിസന്ധി കേരളത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ സെൻസസ് നമുക്കറിയാം, 2011 സെൻസസ് പ്രകാരം ഏകദേശം 11 ലക്ഷത്തോളം വീടുകളാണ് ആളില്ലാതെ കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു കണക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു 3 ഇരട്ടി 4 ഇരട്ടി വീടുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പ്രതിസന്ധി ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിഭീകരമായിട്ടുള്ളൊരു യാഥാർത്ഥ്യത്തെയാണ് കേരളം അഭിമുഖീകരിക്കുന്നത്, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായം അഭിമുഖീകരിക്കുന്നത്. ഷെക്കീന ബിഗ് ഡിബേറ്റ് എന്നീ വിഷയങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഷെക്കീന 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു മാധ്യമപ്രവർത്തകൻ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, ഒപ്പം തന്നെ സോഷ്യൽ വർക്കറും ഫാമിലി കൗൺസിലർ, ഒപ്പം തന്നെ മോട്ടിവേഷൻ സ്പീക്കറുമായിട്ടുള്ള ശ്രീ റോണി തോമസ്. രണ്ടുപേർക്കും 4 മണി ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, എന്തുകൊണ്ട് യുവാക്കൾ കേരളം വിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നു? അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നിൽക്കുകയില്ലാതെ വന്നു കഴിയുമ്പോൾ അവർ യൂറോപ്പിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യം. ഇപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം 1 വർഷം മുമ്പാണെന്ന് തോന്നുന്നു അങ്ങ് സാമൂഹ്യ മാധ്യമത്തിലിട്ട് ഒരു പോസ്റ്റ് ഇപ്പോൾ വൈറലായിട്ടുണ്ട്. അതായത് മോൻ എവിടെയാണ്, അവൻ UK പോയി, മോളോ അവൻ നഴ്സിംഗ് കഴിഞ്ഞ് കാനഡയ്ക്ക് പോയി, ഇളയാളോ അവൻ +2 കഴിഞ്ഞ് അവളിനി നഴ്സിംഗിന് കാനഡയ്ക്ക് പോകാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു കേരളത്തിലെ നിലവിൽ സാമൂഹ്യ ചിത്രം വരച്ചു കാട്ടുന്ന ഒരു പോസ്റ്റായിരുന്നു അത്. ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ ഒരു ചോദ്യം, ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു പോസ്റ്റ് ഇടാൻ പ്രേരകമായത്? മാത്രമല്ല, നമുക്കറിയാം ഈ പോകുന്ന വിദ്യാർത്ഥികളിൽ പലരും വലിയ രീതിയിലുള്ള ലോൺ എടുത്തിട്ടാണ് അവിടേക്ക് പോകുന്നത്. സ്വന്തം വീടും പറമ്പും ഒക്കെ പലപ്പോഴും പണയപ്പെടുത്തിയിട്ടാണ് അവിടേക്ക് പോകുന്നത്. പലപ്പോഴും അവിടെ എത്തുന്നവർ പലർക്കും അവർ പ്രതീക്ഷിച്ച ഒരു സാഹചര്യം അവിടെ കിട്ടുന്നില്ല. തൽഫലമായിട്ട് ഇവിടുത്തെ ലോൺ തിരിച്ചോട് മുടങ്ങുന്നു. മാത്രമല്ല, അവിടെ പെർമനന്റ് ആയിട്ട് സെറ്റിലായി പോകുന്നവരുടെ ഭൂമി അത് പലരും കൈവശപ്പെടുത്തുന്നു. അവരെല്ലാം ഇത് വിറ്റിട്ട് വിദേശങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമല്ലേ നമ്മുടെ മുമ്പിലുള്ളത്? ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ. ജോർജി, 3 വർഷം മുമ്പ് 2022 അവസാനം 2023 ആദ്യം കണ്ടാണ് ഞാൻ ആ പോസ്റ്റ് അങ്ങനെ ചെയ്തത്. നമ്മൾ ഓരോ കാര്യവും എഴുതുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മൾ ഇത്തരം സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ പൊതുസമൂഹത്തോട് പറയുന്നത്. വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതല്ല, നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തണം ജോർജി. കാരണം ഒരു നാടിന്റെ സമ്പത്ത് എന്ന് പറയുന്നത്, അതിൽ മാൻ പവർ ഒരിക്കലും നമുക്ക് അത് ഒഴിച്ചു നിർത്താനാവുന്നതല്ല. ഈ പോകുന്ന കുട്ടികളുടെ തലച്ചോറ് നമ്മുടെ രാജ്യത്തിന് നഷ്ടമാവുകയാണ്. ഈ വീടുകൾ അനാഥമാകുന്നു എന്നുള്ള വിഷയത്തിലേക്ക് വരാം. നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന് ഈ മക്കളെ നഷ്ടമാവുകയാണ്. അവരുടെ എത്രമാത്രം സേവനങ്ങൾ ഈ ഭൂമിക്ക് കിട്ടേണ്ടത്. എത്ര നല്ല ഡോക്ടർമാർ, എത്ര നല്ല എഞ്ചിനീയർമാർ, എത്രയോ നല്ല അധ്യാപകർ ആവേണ്ടവരാണ്, എത്രയോ നല്ല നേഴ്സുമാരായി സേവനം ചെയ്യേണ്ടവരാണ് ഈ കുട്ടികൾ. ആ കുട്ടികൾ നമുക്കിപ്പോ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ അറേബ്യൻ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നത് തെറ്റല്ല, പഠിക്കാൻ പോകുന്നത് തെറ്റല്ല. ഇത് മൈഗ്രേഷനായി ആ രാജ്യത്തേക്കുള്ള കുടിയേറ്റമായി മാറുകയും അത് നമ്മളെ ബാധിക്കുകയും ചെയ്യുന്നുവെന്ന ഒരു തിരിച്ചറിവുണ്ടായപ്പോൾ ഒത്തിരി വീടുകളിലെ ഒറ്റപ്പെട്ട വൃദ്ധരുടെ സങ്കടങ്ങൾ ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ എഴുതാൻ നിർബന്ധിതമായത്. ഞാൻ ചില ഇടവക പള്ളികളിലെ അച്ഛന്മാരൊക്കെ സംസാരിക്കുമ്പോൾ അച്ഛന്മാർ പറയും, ഈ വീട് വെഞ്ചരിക്കാൻ പോകുമ്പോൾ പല വീടുകളിലും ചെല്ലുമ്പോൾ അമ്മച്ചി മാത്രമേ ഉള്ളൂ, അച്ചാച്ചൻ എന്ത് ചെയ്യും? അത് അച്ചാച്ചൻ മോന്റെ കൂടെ ഒരു 6 മാസത്തേക്ക് UK പോയി. ഞാൻ നേരത്തെ മോള് പ്രസവ സമയത്തൊന്ന് പോയായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയില്ല. ഇതുപോലെ തിരിച്ചും മറിച്ചും ചില വീടുകളിൽ 2 പേരും ഇല്ല, ഇവർ 6 മാസം അവിടെ ആയിരിക്കും, പിന്നെ കുറച്ച് നാൾ ഇവിടെ വന്ന് നിൽക്കും, ചിലപ്പോൾ ഇവരെ സ്ഥിരമായിട്ട് അവിടെ അങ്ങ് പോകും. ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന വീടുകളുടെ അതിന്റെ കണക്ക് ആദ്യം ജോർജി തന്നെ പറഞ്ഞല്ലോ. ഈ കണക്കൊന്നുമല്ല ജോർജി, ഓരോ ചെറിയ ഗ്രാമങ്ങളിൽ പോലും ഇങ്ങനെ പോകുന്നവരുടെ എണ്ണം കൂടുകയും
അത് നമ്മുടെ നാട്ടില്, ഞാൻ ആ പോസ്റ്റിന്റെ അവസാനം എഴുതിയ വാക്ക് ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ആളൊഴിഞ്ഞ വീടുകളുടെ ശവപ്പറമ്പായി നമ്മുടെ കേരളം മാറും. ആളൊഴിഞ്ഞ വീടുകളുടെ ശവപ്പറമ്പ്, ആർക്കും വേണ്ടാത്ത. ഇന്നിപ്പോ നോക്കിക്കോ, മാർക്കറ്റ് വാല്യൂവിൽ കുറഞ്ഞ വിലയ്ക്ക് തിരുവല്ല, ചങ്ങനാശ്ശേരി, പായിപ്പാട്, കോട്ടയം, ഏറ്റുമാനൂര് തുടങ്ങിയ വിദേശത്തുള്ള കുട്ടികള് പണിത വീടുകള് ആളൊഴിഞ്ഞു കിടക്കുന്നത് വിൽക്കാൻ തയ്യാറാ. വാങ്ങിക്കാൻ ആളില്ല. വാങ്ങിക്കുന്നതിനൊരു അപകടമുണ്ട്. അത് ഞാൻ തുറന്നു പറയുമ്പോൾ മറ്റൊരു രീതിയിൽ എടുക്കരുത്. വസ്തു വിൽക്കാൻ പറ്റെങ്കിൽ ആരെങ്കിലും വാങ്ങിക്കും. വാങ്ങിക്കുന്നത് ആരാണെന്നൊരു കണക്ക് കൂടി ഒന്ന് എടുത്താൽ ഈ ക്രൈസ്തവ സമൂഹത്തെ അത് ഭയപ്പെടുത്തണം. ക്രൈസ്തവ സമൂഹത്തെ ഭയപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരുടെ ജനസംഖ്യ കുറയുന്നു, ക്രൈസ്തവരുടെ സംഘടിത ശേഷി കുറയുന്നു, ക്രൈസ്തവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരം ഭൂസ്വത്തുക്കൾ കൂടി ക്രൈസ്തവ സമൂഹത്തിന് ഇല്ലാതാവുകയും ആർക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇത്തരം ഭൂമികൾ വാങ്ങിച്ചു കൂട്ടാൻ ഇപ്പോൾ പണമുള്ളതെന്ന് പൊതുസമൂഹത്തിന് അറിയാം. 1 കോടി രൂപയ്ക്ക് പണിത ഒരു വീട് ആരും നോക്കാൻ ഇല്ലാതാകുമ്പോൾ അത് ഒരു 75 ലക്ഷത്തിന് വിൽക്കാമെന്ന് വെക്കുന്നു. 75 ലക്ഷം കൊടുത്തൊരു ക്രൈസ്തവനോ ഒരു ഹൈന്ദവനോ ഒന്നത് വാങ്ങിക്കാൻ പറ്റാതെ വരുമ്പോൾ അതിന് പറയുന്നൊരു 60ഓ 50ഓ ഒക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന ഇവിടെ ഭൂസ്വത്തുക്കളിന്മേൽ, ഇത്തരം വീടുകളിന്മേൽ വളർന്നുകൊണ്ടിരിക്കുക. മാത്രമല്ല, നമുക്ക് ഈ സാമൂഹ്യ യാഥാർത്ഥ്യം മറച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ചില സ്ഥലങ്ങൾ നമുക്കറിയാമല്ലോ. ഇപ്പൊ പാല ഏറ്റവും കൂടുതൽ അവിടെ അധിവസിക്കുന്ന ജനസമൂഹം ആരാണ്? ഈരാറ്റുപേട്ടയിൽ എന്നാൽ അത് ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന സമൂഹമാണ്. കാഞ്ഞിരപ്പള്ളിയിൽ ആരാ? ഈ ഹൈറേഞ്ച്, ഇപ്പൊ ഞാൻ ഹൈറേഞ്ച് താമസിക്കുന്നു, ഹൈറേഞ്ചിൽ ആരാ? കുടിയേറ്റ കാലഘട്ടം മുതൽ ഏറ്റവും കൂടുതൽ ഈ മണ്ണിനോട് മല്ലടിച്ച് ഇവിടെ വളർന്നു വന്നത് ഏത് സമൂഹമാണ്? ആ സമൂഹം ഇല്ലാതാവുകയും മറ്റൊരു സമൂഹം ഇവിടെ അതിശക്തമായി വളരുകയും ചെയ്തു. അത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ സമുദായത്തിന് ആൾക്കാർ കുറയുന്നു, നമ്മുടെ നാടിന് മാനവ വിഭവശേഷി വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു, പുതിയ തലമുറ അങ്ങോട്ട് പോകുന്നു. ഇതൊരു വലിയ അപകടമാണ്. 2, ഈ കുടുംബങ്ങളുടെ ജോലി, ഇത്തരം വീടുകളില്ലാതാകുന്നത് മാത്രമല്ല, ചില പ്രായം ചെന്നവരുണ്ടല്ലോ, അവർക്ക് ചില ഒരു അടുപ്പം, ചില സെന്റിമെന്റ്സ് അവർ താമസിച്ച സ്ഥലത്തോട് കാണും. അവരുടെ മാതാപിതാക്കന്മാര് ജീവിച്ച സ്ഥലം, അവരെ അടക്കം ചെയ്ത സ്ഥലം, അവരുടെ ഇടവ പള്ളി, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്കൂളുകൾ, അവർ തൊഴിൽ ചെയ്തു വന്ന സാമൂഹിക സ്ഥലം, അവിടെ നിന്ന് വിട്ടുപോകാൻ അവർക്ക് മടിയാണ്. അവർക്ക് മക്കളോടൊപ്പം വിദേശത്ത് പോയി ദീർഘകാലം ജീവിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയില്ല. അവർ ഇവിടെ തന്നെ താമസിക്കുക. ഒരു കാലഘട്ടത്തിൽ ഹോം നേഴ്സുമാരായിരുന്നു ഇവരെയൊക്കെ പരിചരിക്കുന്നത്. ഇന്ന് ആ മേഖലയിൽ നിന്ന് മാറിയിട്ട് വൃദ്ധസദനങ്ങൾ, ഇത്തരക്കാര് മക്കൾ കൊണ്ട് പണം കൊടുത്തിട്ട് ഇത്തരക്കാരെ വൃദ്ധസദനങ്ങളിലാക്കുക. വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അനാഥാലയങ്ങളല്ല. വൃദ്ധസദനങ്ങൾ പൈസ കൊടുത്തുള്ളതാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഭക്ഷണമുണ്ട്, പരിചരിക്കാൻ ആളുണ്ട്, അവർക്ക് ആവശ്യത്തിന് മരുന്ന് ചികിത്സകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ അവർ താമസിക്കുന്നത് മറ്റുള്ളവരോടൊപ്പം വൃദ്ധസദനത്തിലാണ്. മക്കളേറെ വേദനയോടെയാണ് അവരെ അവിടെ കൊണ്ടാക്കുന്നത്. കാരണം ഇവർ അങ്ങോട്ട് ചെല്ലാൻ തയ്യാറല്ല. മക്കൾക്ക് അവിടെ നിന്ന് വിട്ടുവരാനും കഴിയുന്നില്ല. മക്കൾക്ക് വിട്ടുവരാനാവാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ജോർജിയും പറഞ്ഞു, ഇവിടെ നിന്ന് കടമെടുത്ത് വിദ്യാഭ്യാസ വായ്പ എടുത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുക. അതിനേക്കാൾ ഏറെ ചെലവാണ് അവിടെ പഠിക്കാൻ. അവിടെ ചെന്ന് കഴിയുമ്പോഴോ എങ്ങനെയെങ്കിലും ഏതെങ്കിലുമൊക്കെ ജോലികൾ ചെയ്ത് PR തരപ്പെടുത്തി അവിടെ താമസിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു വീടോ കാറോ അവിടെ നിന്ന് ലോൺ എടുത്തങ്ങ് വാങ്ങും. പേരൻസ് ഇവിടെ വലിയ ഇതോടെ പറയും, മോൻ അവിടെ 6.5 കോടിയുടെ വീട് വാങ്ങി, അവൻ ഈയിടെ എടുത്ത കാറിന് 2.5 കോടിയായി എന്നൊക്കെ പറയും. ഈ ബാധ്യത അടച്ചു തീർക്കാൻ അവന്റെ ആയുസ് മുഴുവൻ ആ രാജ്യത്ത് ജോലി ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇതിന്റെ കാരണം എന്താ? ഒന്ന്, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം. പച്ചയ്ക്ക് ഞാൻ പറയാം, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം. വിദ്യാഭ്യാസ മേഖലയിൽ ചില വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന സംസ്കാരം കുറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം. ഉദ്യോഗസ്ഥ തലങ്ങളിൽ, നിയമന തലങ്ങളിൽ പിൻവാതിൽ നിയമനം, ഉദ്യോഗസ്ഥ തലങ്ങളിൽ നടക്കുന്ന അഴിമതി, ഒരു പഠിച്ച ഒരുതിന് സ്വന്തമായി ഒരു തൊഴിൽ പോലും ചെയ്യാനാവാത്ത സാഹചര്യം. ഒരു ITI പഠിച്ച്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ITI പഠിച്ച് അല്ലെങ്കിൽ ഒരു BTech പഠിച്ച ഒരാൾക്ക് ഒരു വർക്ക്ഷോപ്പ് തുടങ്ങാൻ കഴിയുമോ? ചിന്തിച്ചു നോക്കിയേ. ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾ, വർക്ക്ഷോപ്പ് തുടങ്ങിയ ആള് ആ വർക്ക്ഷോപ്പിനുള്ളിൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം തിരുവല്ലയിലുണ്ടായി. യൂണിയൻ അതിപ്രസരം. നമുക്ക് എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ ചെയ്യണമെങ്കിൽ അതിന്റെ നൂലാമാലകൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് മാനം മര്യാദയായിട്ട് അർഹതപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ നമുക്ക് നൽകുമോ? അനുമതികൾ നമുക്ക് നൽകുമോ? അപ്പോൾ വ്യവസായങ്ങൾ ഉണ്ടാവുന്നില്ല,
സ്വയം തൊഴിൽ ചെയ്യാനാവുന്നില്ല. നിയമനം നടക്കണമെങ്കിൽ പിൻവാതിൽ നിയമനം രാഷ്ട്രീയക്കാരുടെ താല്പര്യത്തിന് മാത്രമേ നടക്കുന്നുള്ളൂ. ഇത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ തലമുറ അവർ പുറത്തേക്ക് പോകുന്നത് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇത് കണ്ടുകൊണ്ട് തിരുത്തേണ്ടത് മാതാപിതാക്കന്മാരോ കുട്ടികളോ അല്ല. നമ്മുടെ നാടിനുണ്ടാകുന്ന നഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണം. ഗവൺമെന്റ് ഈ മക്കൾ ഇവിടെ നിന്ന് പോകുന്നത് ഇവരുടെ തലച്ചോറും ബുദ്ധിയും കഴിവും നമ്മുടെ നാടിന് നഷ്ടമാകുന്നത് വലിയ അപകടത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കും എന്ന തിരിച്ചറിവ് ഭരണകൂടങ്ങൾക്കുണ്ടാകണം, സഭാ നേതൃത്വങ്ങൾക്കുണ്ടാകണം. ഞാൻ സഭാ നേതൃത്വങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല, സഭാ നേതൃത്വങ്ങൾക്കുണ്ടാകണം. നമ്മുടെ കുട്ടികളെ ചെറുപ്പം തൊട്ട് തന്നെ ഇവിടെ നിൽക്കുവാൻ, പോരടിച്ച് നിൽക്കുവാൻ. ഈ സാമൂഹിക സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നപ്പോഴല്ലോ. ഞാനൊരു കുടിയേറ്റക്കാരൻ്റെ മകനാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ മാത്രം ബസ്സിൽ വന്നിട്ട് രാത്രികൾ മുഴുവൻ സഞ്ചരിച്ച് ആനക്കാട്ടിലൂടെ സഞ്ചരിച്ച് വന്ന് പഴയ കാലത്ത് അവർക്ക് കഴിക്കാനുള്ള അത്യാവശ്യം കപ്പയോ ഉണക്കമീനോ മാത്രമൊക്കെ തലച്ചുമടായി കൊണ്ടുവന്ന് അങ്ങനെ പണിത ഒരു സഹോദരങ്ങൾ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. അന്ന് ഈ സാമൂഹിക സാഹചര്യമില്ല, പക്ഷെ പോരാടി ഇവിടെ നിൽക്കാനുള്ള മനധൈര്യം ഉണ്ടായിരുന്നു. ഇന്ന് എത്ര തലമുറയ്ക്ക് ആർക്കുണ്ടത്? അത് നമ്മുടെ സഭാ നേതൃത്വം ഈ സൺഡേ സ്കൂളുകളിലും നമ്മുടേതായ സ്കൂളുകളിലുമൊക്കെ ഇവിടെ പടപൊരുതി ഇവിടെ പിടിച്ചു നിൽക്കുവാൻ, ഇവിടെ ജീവിക്കുവാൻ പ്രാപ്തമായ ഒരു തലമുറയെ വാർത്തെടുക്കണം. അതാണ് ജോർജി എനിക്ക് ആദ്യ ഘട്ടത്തിൽ പറയാം. റോണി തോമസിലേക്ക് വരികയാണ്. റോണി തോമസ് അങ്ങ് ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ്. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന യാഥാർത്ഥ്യം എനിക്ക് തോന്നുന്നു കുറെ കൂടി ഗ്രൗണ്ട് ലെവലിൽ അതിന്റെ ഒരു ഭീകരത അങ്ങേക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും. 2 പോയിന്റുകളാണ് അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് നമ്മുടെ യുവജനങ്ങൾക്ക് കേരളം ഒരു മടുപ്പായി മാറുന്നു, കേരളം അവർ ഉപേക്ഷിക്കുന്നു? ഇത്തരത്തിലൊരു അനിയന്ത്രിതമായി ഇവർ വിദേശങ്ങളിലേക്ക് ഇങ്ങനെ ഗതികെട്ട് ഇങ്ങനെ കുടിയേറേണ്ട ഒരു സാഹചര്യം സംജാതമായി കഴിഞ്ഞാൽ അത് കേരളത്തിൽ സൃഷ്ടിക്കുന്ന ഒരു സാമൂഹ്യ പ്രതിസന്ധി അത് എത്രത്തോളമുണ്ട്? റോണി തോമസ്. ഓക്കെ, ആദ്യം തന്നെ ഞാനൊരു സ്റ്റാറ്റിക്സോട് കൂടി തുടങ്ങാം. ഏകദേശം ഞാൻ കുട്ടനാട്ടിൽ ഒരു സർവേ നടത്തിയായിരുന്നു. ഏകദേശം ഒരു 3500ഓളം പിള്ളേർ, അതായത് 35 വയസ്സിന് താഴെയുള്ള 3500ഓളം ആൾക്കാരാണ് കേരളത്തിൽ നിന്ന് കുടിയേറി പോയിരിക്കുന്നത്. ഏകദേശം ഒരു കണക്കാണ് 3500 എന്നുള്ളത്. ഇവര് പോകാൻ കാരണം എന്നുള്ളത് ഒരു ബെറ്റർ ലിവിങ് കണ്ടീഷൻ, അവരുടെ നല്ല ജീവിത സാഹചര്യങ്ങൾ തേടി പോകുന്നവരുണ്ട്, നല്ല ജോലി സാധ്യതകൾ തേടി പോകുന്നുണ്ട്, ഒത്തിരി തേടി അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഈയിടെ UK-യിൽ നിന്ന് തിരിച്ചു വന്ന ഒരാൾ, UK-യിൽ നിർത്തി തിരിച്ചു വന്ന ഒരാളെ കാണാനിടയുണ്ടായി. പുള്ളിയോട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് പുള്ളിക്ക് അവിടെ വൈഫ് UK മിനിസ്ട്രിയിൽ നേഴ്സാണ്. പുള്ളിക്കാരൻ അവിടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന നല്ല സാലറിയോടുകൂടി ഹൈ ഓക്യുപ്പേഷൻ ഉള്ള ഒരാളാണ്. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാള് തിരിച്ചു വന്ന എന്താണെന്ന് ഞാൻ ചോദിച്ചു, എന്താണ് താങ്കൾ UK-യിൽ നിന്ന് തിരിച്ചു വന്നത്? അപ്പൊ പുള്ളി പറഞ്ഞു, എനിക്ക് 2 കോടിയും 3 കോടിയും UK ഗവൺമെന്റ് ലോൺ തരുമെന്ന് പറഞ്ഞു. ഈ ലോൺ തരുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന്, അല്ലെങ്കിൽ 70 വയസ്സ് വരെ ഞാൻ അവിടെ നിന്ന് ഈ ജോലി ചെയ്ത് ഈ വീടിന്റെ ലോൺ അടച്ചു തീർക്കണം, എന്നാലേ ഉള്ളൂ എന്റെ ലോൺ തീരത്തുള്ളൂ. അതായത് 75 വയസ്സ് വരെ ഞാൻ എന്റെ ലോൺ തീർക്കാൻ വേണ്ടി പണിയെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഈ ഒരു സ്ഥിതി പൊക്കോണ്ടിരിക്കുന്നത്. ഇതിലേക്ക് എനിക്ക് 3 കാര്യങ്ങളാണ് എടുത്തു പറയാനുള്ളത്. ഈ എന്തുകൊണ്ടാണ് നമ്മുടെ പിള്ളേർ കടന്നു പോകുന്നത് എന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിലും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു ലോകോത്തര എഡ്യൂക്കേഷനുമായിട്ട് കിടപിടിക്കാവുന്ന ഒരു എഡ്യൂക്കേഷൻ തന്നെയാണ് കേരളത്തിലുമുള്ളത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ കണ്ടുവരുന്നത്, കേരളത്തില് ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് റിസൾട്ട് കുറവാണ്. ആ റിസൾട്ടിലേക്ക് എത്തിച്ചേരുവാൻ നമ്മുടെ കേരളത്തിലെ എഡ്യൂക്കേഷന് ഇപ്പോഴും എത്തിച്ചേരുവാൻ സാധിച്ചിട്ടില്ല. അതായത് ഒരു സ്കിൽ എഡ്യൂക്കേഷൻ നമുക്ക് കുറവാണ്. സിംഗപ്പൂരിലെ ഒരു എഡ്യൂക്കേഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ, സിംഗപ്പൂരിൽ ഉള്ള ഒരു ചേട്ടനോട് ഞാൻ ചോദിച്ചു, അവിടുത്തെ സിംഗപ്പൂരിലെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, പിള്ളേർക്ക് ഒരു ജോബിന് വേണ്ടി ട്രെയിനിങ് കൊടുക്കും. ക്രോഷ്യ വർക്സിന് കൊടുക്കുന്നുണ്ട്, അങ്ങനെ പോട്ടറി വർക്സിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ള അവരുടെ കഴിവ് കണ്ടെത്തി ആ മേഖലയിലേക്ക് അവർ എത്തിച്ചേർക്കുവാൻ ആ എഡ്യൂക്കേഷൻ സിസ്റ്റം തയ്യാറാണ്. പക്ഷെ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ പിറകോട്ടാണ് നിൽക്കുന്നത്. കാരണം ആ ഒരു സ്കിൽ എഡ്യൂക്കേഷനിലേക്ക് വരുവാൻ നമ്മുടെ കേരള എഡ്യൂക്കേഷന് ഒട്ടും തന്നെ സാധിച്ചിട്ടില്ല. രണ്ടാമത് വരുന്നത്, നമ്മുടെ ഡിഗ്രി എടുത്ത് നോക്കാം. നമ്മൾ 10 കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി എടുത്ത് വരുന്നു. ഒരു BCom പഠിക്കുന്ന ആള്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന ആള്, 3 വർഷം ഈ BCom പഠിക്കുന്നയാളും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നയാളും എന്ത് ജോലിയിലേക്കാണ് കടന്നു ചെല്ലുന്നത്? ചിലര് അക്കൗണ്ടന്റ് ജോബിലേക്ക് പോകുന്നു, ചിലർ ടീച്ചിങ്ങിലേക്ക് പോകുന്നു. ഈ അക്കൗണ്ടന്റ് ജോബ് ചെയ്യുന്ന
ഒരാൾക്ക് എന്തിനാണ് 3 വർഷത്തെ ബികോം പഠിക്കേണ്ട കാര്യമുണ്ടോ? അക്കൗണ്ട് പ്രൊഫഷനിലേക്ക് പോകുന്ന ഒരാൾക്ക് 3 വർഷം അത് ഒരു ടാലി കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ആ വ്യക്തിക്ക് 6 മാസത്തെ ഒരു ക്രാഷ് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ആ ഒരു അക്കൗണ്ട് കോഴ്സ് കൈകാര്യം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ആ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ ശ്രദ്ധ ചെലുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മൂന്നാമതായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. കേരളത്തിലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കുറവാണെന്ന് പറഞ്ഞാണ് ആൾക്കാർ കൂടുതലും കുടിയേറി പാർക്കുന്നത്. അതായത് വിദേശ രാജ്യങ്ങളിലേക്കും യൂറോപ്പുകളിലേക്കും കുടിയേറി പാർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമുക്ക് എങ്ങനെ വളർത്താം, എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് മറ്റൊരു ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് വെക്കേണ്ടത്. ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്തൊക്കെയാണ്? അതായത് നല്ല റോഡ്, ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ കേരളത്തിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ടോ? അതായത് എനിക്ക് മലിനീകരിക്കപ്പെടാത്ത ഒരു ജലം, നല്ല കുടിക്കുവാനുള്ള ഒരു ജലം എനിക്ക് കിട്ടുന്നുണ്ടോ? ശ്വസിക്കാൻ നല്ലൊരു വായു എനിക്ക് കിട്ടുന്നുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യവും നമ്മൾ കേരളത്തിലേക്കും ആ ഒരു സജ്ജീകരണങ്ങൾ നമ്മൾ ഒരുക്കുകയാണെങ്കിൽ നമ്മുടെ യുവാക്കളെ നമുക്ക് കുറച്ചുകൂടി പിടിച്ചിരുത്താൻ പറ്റുന്നതാണ്, നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതാണ്. പിന്നെ ജോലി സാധ്യത, എന്ത് ജോലിയിലേക്കാണ് നമ്മുടെ യുവാക്കൾ തിരിച്ചു വരേണ്ടതുള്ള കാര്യവും നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കണം. എന്ത് ജോലി ചെയ്യണം? കാരണം നമ്മുടെ കേരളത്തിൽ ഒരു ജോലി ചെയ്താൽ മാക്സിമം കിട്ടുന്നത്, പ്രൊഫഷണലി കിട്ടുന്നത് സ്കിൽഡ് ആയ ആൾക്കാർക്ക് 25 to 35 സാലറിയിലേക്കൊക്കെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ കേരളത്തിൽ ഒരാൾക്ക് ജീവിക്കാൻ പറ്റും? നമ്മുടെ ബാക്കി നിത്യോപയോഗ സാധനങ്ങൾക്ക് വില ദിവസം ദിവസം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തുച്ഛമായ സാലറിക്ക് ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യവും നമുക്ക് ചോദ്യചിഹ്നമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം എടുത്തുകൊണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ യുവാക്കളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ നമ്മൾക്ക് യൂറോപ്പിലേക്കും മറ്റു വിദേശ രാജ്യങ്ങൾക്കും ഗൾഫുകളിലേക്കും എല്ലാം സാധിക്കും. ഇനിയും നമ്മൾ അതിൽ ശ്രദ്ധ ചെലുത്തിയില്ല എങ്കിൽ മുന്നോട്ടുള്ള കാലങ്ങളിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള സമയങ്ങളിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇതെല്ലാം തന്നെ നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ വരും തലമുറയെ നമുക്ക് ആരും തന്നെ കേരളത്തിൽ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ കാണേണ്ടി വരും. അപ്പം അതിനായി നമ്മൾ ശ്രദ്ധിക്കണമെന്നും ഒന്നിച്ച് പരിശ്രമിക്കണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ്. ഓക്കെ, വ്യക്തമാണ്. അപ്പം ഞാൻ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ശ്രീ റോണി, അങ്ങ് ഒരു ഫാമിലി കൗൺസിലർ കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കണക്ക്, ഇപ്പം ഈ കേരള മൈഗ്രേഷൻ സർവേയിൽ ഈ ഒരു പ്രായം എന്നൊക്കെ പറയുന്നത്, അതായത് ഈ സ്റ്റുഡൻസിന്റെ മൈഗ്രേഷന്റെ ഒരു പ്രായം എന്നൊക്കെ പറയുന്നത് ഒരു 17 വയസ്സ് എന്നൊക്കെ ആ സർവേയിൽ പറയുന്നുണ്ട്. നമുക്കറിയാം, ഒരു 17 വയസ്സ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ ഫാമിലിയോടൊപ്പം നിൽക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട്, നമ്മൾ മാനസികമായിട്ടും സൈക്കോളജിക്കലായിട്ടും ഒക്കെ നോക്കുമ്പോൾ. അപ്പോൾ ഈ ഇളം പ്രായത്തിൽ തന്നെ വീടിനെ വിട്ട് അല്ലെങ്കിൽ ഫാദറിനെയും മദറിനെയും ഒക്കെ വിട്ട് ഈ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി കഴിയുമ്പോൾ അത് ഈ കുടുംബ ബന്ധങ്ങളിൽ, സാമൂഹ്യ ബന്ധങ്ങളിൽ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ്, അത് പലപ്പോഴും നാം തിരിച്ചറിയുന്നുണ്ട്. അതൊന്ന് പങ്കുവെക്കാമോ? ഈ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു സോഷ്യൽ മീഡിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് സോഷ്യൽ മീഡിയയുടെ. അതായത് ആദ്യം പുറത്തു പോയി 2-3 പോസ്റ്റ് ഇടുന്ന 2-3 പിള്ളേരെ നമ്മൾ നാട്ടിലുള്ള പിള്ളേർ കാണുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു നല്ലൊരു വില കൂടി ലക്ഷറി കാറിന്റെ മുമ്പിൽ ഒരു ഫോട്ടോ എടുക്കുന്നു, അവർ പോയി ടൂറിന് പോയ സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നു, സ്വിറ്റ്സർലൻഡിലും അങ്ങനെ പല പല രാജ്യങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നാട്ടിൽ നിന്ന് ചെറുപ്പക്കാർക്ക് ആകർഷകമാണ്. എനിക്കും അവിടെ പോകണം, എനിക്കും അതുപോലെ ആകണം. ഈ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം ആകർഷകമാവുന്ന ഒരു പ്രായമാണ് ഈ 17 to ഒരു 25-28 എന്ന് പറയുന്ന ആ ഒരു ഏജ് കാറ്റഗറിയുടേത്. പെട്ടെന്ന് അവർ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇൻഫ്ലുവൻസ്ഡ് ആകുന്നു. എല്ലാ കാര്യങ്ങൾക്കും പെട്ടെന്ന് ആകർഷണമാകും. എന്ത് പുതിയ കാര്യം കിട്ടിയാലും അത് എനിക്ക് വേണം, എനിക്കും കിട്ടിയാൽ കൊള്ളാം, അങ്ങനെ ഒരു ടെൻഡൻസിയിലേക്ക് കൂടുതൽ കടക്കുന്ന ഒരു പ്രായമാണ് ആ ഒരു ഏജ്. അത് അവിടെ ഇരിക്കട്ടെ. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് ഫാമിലിയോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ്. പുറത്തോട്ട് പോകുമ്പോൾ ഇന്ന് നാട്ടിലെ പിള്ളേർക്ക് ഫാമിലിയോടുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ട്, പക്ഷെ അവർ നാട്ടിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യും? അതാണ് ഞാൻ ഇവിടെ ചോദിക്കുന്ന ഉയർത്തുന്ന ഒരു ചോദ്യം. അതാണ്, നാട്ടിൽ നിൽക്കുന്ന പിള്ളേർ എന്ത് ചെയ്യും? അതായത് ഞാൻ MSW കഴിഞ്ഞ ആളാണ്. MSW രാജഗിരി കോളേജിൽ നിന്ന് പഠിച്ച ആളാണ് ഞാൻ. എന്റെ ബാച്ചുകാർ പറഞ്ഞിരുന്നു, അതായത് അവര് കോഴ്സ് കഴിഞ്ഞ് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്ന സാലറി, ഓഫർ ചെയ്യുന്ന സാലറി മാസം 10,000 രൂപ, 12,000 രൂപയാണ് സാലറി ഓഫർ ചെയ്യുന്നത്. നമ്മൾ ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളിലും, മിക്ക ക്രൈസ്തവ സ്ഥാപനങ്ങളായിക്കോട്ടെ, അക്രൈസ്തവ സ്ഥാപനങ്ങളായിക്കോട്ടെ, ഏത് സ്ഥാപനങ്ങളിലായ പോലും ഒരു സ്റ്റാർട്ടിങ് PG കഴിഞ്ഞ് ചെല്ലുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് അല്ലെങ്കിൽ ചെല്ലുന്ന ഒരാൾക്ക് കിട്ടുന്ന സാലറി 12,000 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് 1 ലിറ്റർ പെട്രോളിന് കൊടുക്കണം 107 രൂപ, 108 രൂപ പെട്രോളിന് കൊടുക്കണം. അവൻ എങ്ങനെ ജീവിക്കും? ഈ ഒരു 12,000 രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കും? അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവൻ ഇന്ന് പുറത്തോട്ടിറങ്ങി അവന്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ, അവൻ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടി ചെല്ലുകയാണെങ്കിൽ അവൻ എവിടുന്ന് മീറ്റ് ചെയ്യും? അവന്റെ ബഡ്ജറ്റും കാര്യങ്ങളുമായിട്ട് അവൻ എങ്ങനെ മീറ്റ് ചെയ്യും? ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവൻ ചിന്തിക്കുന്നത്, എന്നാ ഇനി പുറത്തോട്ട് പോയേക്കാം, എന്റെ വീടിനെ രക്ഷപ്പെടുത്തേണ്ടത് ഞാനാണ് എന്നോർത്തുകൊണ്ട് ഉള്ള വീടിന്റെ ആധാരവും വെച്ച്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആൾക്കാരുടെ, അമ്മയുടെയും പെങ്ങന്മാരുടെയും ബാക്കിയുള്ള സ്വർണ്ണമെല്ലാം പണയം വെച്ച് ഇവര് പുറത്തോട്ട് പോകാൻ തയ്യാറാവുകയാണ്. ഈ പുറത്തോട്ട് പോയി തയ്യാറായിട്ട് ഒരു UK ട്രെൻഡ് മാറി. UK ചെല്ലുന്ന പിള്ളേര് അവിടെ ചെന്ന് പഠിച്ച് ആ സ്റ്റുഡന്റ് വിസയിൽ വിസ തീരുമ്പോൾ തിരിച്ചു പോരുന്ന ഒരു സമയമായി കഴിഞ്ഞു.
അങ്ങനെ ഒത്തിരി പിള്ളേരെ ഞാൻ കണ്ടു. UK പോയി പഠിച്ചിട്ട് ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ചിട്ട് 10ഉം 30ഉം ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ചിട്ട് അവരുടെ നല്ല ജോലി കിട്ടാതെ അവർ തിരിച്ചു വന്ന് ഇപ്പൊ നാട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഒരു ജോലിയുടെ ഒരു മഹത്വം, അതായത് ഞാനൊരു ബേസിക്കലി ഒരു കുട്ടനാട്ടുകാരനാണ്. കുട്ടനാട്ടിൽ ജോലിയുടെ മഹത്വം എന്ന് പറയുന്നത് കൃഷി. ഇന്ന് എത്ര ചെറുപ്പക്കാർക്ക് കൃഷിയോട് ആഭിമുഖ്യമുണ്ട്. നാട്ടിൽ കൃഷി ചെയ്യാൻ മടിയുള്ളയാള് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നത് പെട്രോൾ പമ്പിലും ഓൾഡ് ഏജ് ഹോമിലും കിച്ചണിലും ഒക്കെയാണ് അവർ ജോലി ചെയ്യുന്നത്. അതായത് ഈ കൃഷി എന്ന ജോലിയോടുള്ള താല്പര്യം പുതുതലമുറയ്ക്ക് നഷ്ടപ്പെട്ടു. ഇത് നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ഇന്നും നെല്ലിന്റെ പൈസ കർഷകർക്ക് കൊടുത്തിട്ടില്ല. ഏകദേശം 5 മാസമായി നെല്ലിന്റെ പൈസ കൊടുക്കാതെ കുട്ടനാട്ടിലെ കർഷകരെ വലയ്ക്കുന്ന ഒരു ഗവൺമെന്റ് നമുക്കുണ്ട്. ഇത് കണ്ടു വളരുന്ന ഒരു പിൻതലമുറക്കാര്, ഒരു പുതിയ തലമുറ എങ്ങനെ കൃഷിയിലേക്ക് കാലെടുത്ത് വെക്കണം? അറിഞ്ഞുകൊണ്ട് ഞാൻ സൂയിസൈഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തില്. ഞാൻ പോയി സൂയിസൈഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഞാൻ കൃഷി ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലേക്കാണ് കേരളവും കേരളത്തിലെ യുവതലമുറയും കടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം നമ്മൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാനും ഇന്ന് കൃഷി ചെയ്യുന്ന യുവതലമുറ അല്ലെങ്കിൽ മുതിർന്ന തലമുറയെ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരു പിൻതലമുറക്കാരെ കൃഷിയിലേക്ക് കാലെടുത്ത് വെക്കുവാനും നാട്ടിൽ ഒരു എന്റർപ്രണറായി അല്ലെങ്കിൽ ജീവിച്ചു വരുവാനുള്ള സാഹചര്യം നമുക്കുണ്ടാകത്തുള്ളൂ. അടുത്തതായി ഒരു കാര്യം പറയുവാണ്. കേരളത്തിൽ എത്ര പ്രൊഡക്ഷൻ കമ്പനികൾ നമുക്കുണ്ട്. ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യുവാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് ജീവിത നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് പോകുവാനും ഒരു നല്ല പ്രൊഡക്ഷൻ കമ്പനികൾ നമുക്ക് കേരളത്തിലില്ല. അതിപ്പം ബഹുമാനപ്പെട്ട സാർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ നൂലാമാലകൾ, നിയമവശങ്ങൾ, ഇഷ്ടംപോലെ സാധനങ്ങളാണ് അവരെ ഇട്ട് വലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മാറ്റം വന്നു കഴിഞ്ഞാലേ ഉള്ളൂ ഒരു യുവതലമുറയെ കേരളത്തിൽ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. വ്യക്തമാണ്. ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ട് ശ്രീ ജോൺസൺ കുച്ചുപറമ്പിലേക്ക് വരികയാണ്. നമുക്കറിയാം ഈ സ്റ്റുഡൻറ് മൈഗ്രേഷൻ അതിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിദേശങ്ങളിലേക്ക് കുടിയേറുന്ന ഒരു സമുദായം, പ്രത്യേകിച്ച് സ്റ്റുഡൻസിൻ്റെ ഒരു കാറ്റഗറിയിൽ ക്രൈസ്തവ സമുദായമായിരിക്കാം. അതായത് യുവതലമുറയാണ് അപ്പാടെ വിദേശങ്ങളിലേക്ക് കുടിയേറുന്നത്. അത് ഒരു സൃഷ്ടിക്കുന്ന ഒരു ഭീകരാവസ്ഥ അത് എത്രത്തോളം? ഞാൻ ചോദിക്കാനുള്ള കാരണം ഇനി ഇലക്ഷനൊക്കെ വരാൻ പോകുന്നു. ഈ ഇലക്ഷനിൽ നമുക്കറിയാം സംഖ്യയ്ക്കാണ് അല്ലെങ്കിൽ ജനസംഖ്യയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. ഈ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ കയ്യിൽ ഈ ബൂത്ത് ലെവലിലുള്ള കണക്കുകളുണ്ട്. ഈ ഓരോ ബൂത്തിലും എത്ര ക്രൈസ്തവ ഭവനങ്ങൾ അടച്ചിട്ടിട്ടുണ്ട്, എത്ര പേർക്ക് അവിടെ വോട്ടുണ്ട് എന്നത് വളരെ കൃത്യമാണ്. അപ്പോൾ ജനാധിപത്യ രാജ്യത്ത് വോട്ടുള്ളവർക്കാണ് പവർ ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ബാർഗെയിനിങ് പവർ ഇത്തരത്തിലുള്ള അനിയന്ത്രിത കുടിയേറ്റത്തിലൂടെ ക്രൈസ്തവർക്ക് കുറഞ്ഞു വരികയല്ലേ? അത് എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ക്രൈസ്തവ സമുദായത്തിന്റെ എല്ലാ തരത്തിലുമുള്ള വളർച്ചയിൽ സൃഷ്ടിക്കും? ശ്രീ ജോൺസൺ കുച്ചുപറമ്പൻ. വളരെ കൃത്യമായ ചോദ്യമാണ്. ഇച്ചിരി ഓപ്പൺ ആയിട്ട് പറഞ്ഞാല് വോട്ടവകാശമുള്ള ക്രൈസ്തവ യുവത്വങ്ങളെ വന്ധ്യംകരിക്കുന്ന പരിപാടിയാണ്. മനസ്സിലായോ? അവർക്ക് വോട്ടവകാശമുള്ള ക്രൈസ്തവ യുവജനങ്ങളെ വന്ധ്യംകരിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവരാരും ഇവിടെ ഇല്ല ജോർജി. ചില പ്രത്യേക മണ്ഡലങ്ങളിൽ ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്ന് വോട്ട് ചെയ്യുന്ന വിഭാഗങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇവിടുന്ന് ജോലിക്ക് പോകുന്ന ക്രൈസ്തവ സമൂഹത്തിന് വന്ന് വോട്ട് ചെയ്യാൻ കഴിയുമോ? അവരങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടിത വർഗമാണോ? അല്ല. അവിടെ ഈ തിരഞ്ഞെടുപ്പുകളിൽ ക്രൈസ്തവ സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ സംരക്ഷിക്കുവാൻ, അവരെ പിന്തുണയ്ക്കുവാൻ പറ്റേണ്ട ഒരു തലമുറ ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. നഗ്നമായ യാഥാർത്ഥ്യം. നഗ്നമായ യാഥാർത്ഥ്യം ജോർജ് പറഞ്ഞത് വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയം തന്നെയാണ്. ഭരണകൂടങ്ങളെ സൃഷ്ടിക്കുന്നതിനും ഭരണങ്ങളിൽ ഇടപെടുന്നതിനും ക്രൈസ്തവ സമൂഹത്തിനുള്ള ഒരു ബാർഗൈനിങ് പവർ അല്ലെ ഒരു സംഘടിത ശക്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതിലെ പ്രധാനപ്പെട്ട കാരണമാണ് ഈ യുവതലമുറ ഇവിടെ ഇല്ലാത്തത്. 2, ഞാൻ ഈ കൃഷിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ റോഡി പറഞ്ഞ ഒരു കാര്യം, ഭൂപരിഷ്കരണ നിയമം വന്നു. കുട്ടനാട്ടില് മുരിക്കന്റെ അടക്കം ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഗവൺമെന്റ് ഏറ്റെടുത്തു. ആ ഏറ്റെടുത്ത ഭൂമികൾ മുഴുവൻ ഇന്ന് കൃഷി ചെയ്യുന്നുണ്ട്. മുഴുവൻ എത്രയോ ഏക്കർ കണക്കിന് കൃഷിഭൂമിയാണ് ജോർജി തരിശായി കിടക്കുന്നത്. വളരെ വിദൂരമല്ലാത്തൊരു ഭാവിയിൽ മലയോര മേഖല ഇതുപോലെ അനാഥമാക്കപ്പെടുന്ന കൃഷിഭൂമികളുടെ ശവപ്പറമ്പായി മാറും. കൃഷി നമുക്ക് നേട്ടമുണ്ടാക്കാത്തത് കൊണ്ടല്ല. വന്യമൃഗശല്യം, ഭൂനിയമങ്ങൾ, കടുത്ത പരിസ്ഥിതി നിയമങ്ങൾ,
നിർമ്മാണ നിരോധനങ്ങൾ അടക്കമുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഈ മണ്ണിൽ ജീവിക്കാനാവാത്ത സാഹചര്യം ഉണ്ടായി. പിന്നെ കൃഷിയെ സ്നേഹിക്കുന്നവൻ പോലും എങ്ങനെ കൃഷി ചെയ്യും? ഒരൊറ്റ കാര്യം പറയാം, ഈ അടുത്ത കാലത്തുണ്ടായതാ. ഒരു 3.5 ഏക്കറുള്ള ഒരു കൃഷിഭൂമിയുടെ കാർന്നവര് മകൻ വെറും 22,000 രൂപയ്ക്ക് ബാംഗ്ലൂർ ജോലി ചെയ്യും. അപ്പം പറഞ്ഞു, എടാ നമുക്ക് 3.5 ഏക്കർ ഭൂമിയില്ലേ, എനിക്ക് വയ്യാതായി, ഈ ഭൂമി കൊണ്ട് നമുക്ക് നീ വന്ന് പണിതാൽ ഇത്രയൊക്കെ പൈസ കിട്ടും, നീ ആ ബാംഗ്ലൂർ പോയി കിടക്കണ്ട. അപ്പന്റെ നിർബന്ധത്തിന് വഴി ആ മകൻ വന്നു. യൂത്ത് ആകുമ്പോൾ വളരെ ആവേശം വളർന്നു. അവന് കുറെ കൃഷി ചെയ്യണം, അവൻ കുറെ ഇഞ്ചിയും മഞ്ഞളും കപ്പയും എല്ലാം കൂടെ വളരെ ആവേശത്തോടെയാണ് കൃഷി ചെയ്യും. ഒറ്റ വിളവെടുക്കാൻ അവന് കഴിഞ്ഞില്ല. അവൻ ആദ്യം കൃഷി ചെയ്തപ്പം അയൽപക്കക്കാർക്കൊക്കെ അസൂയായിരുന്നു. തോമസേട്ടൻ്റെ മോൻ കണ്ടോ, അത്ര വിദ്യാഭ്യാസം ചെറുക്കുന്നല്ല, അണ്ടസായിട്ടാണല്ലോ പറമ്പി പണിയിക്കുന്നത്, പണിക്കാരുടെ കൂടെ നിന്ന് പണിയുന്നു. ആ പയ്യന് ഒരു വിളവെടുപ്പൊക്കെ കഴിഞ്ഞില്ല. ജോലി മുഴുവൻ കാട്ടുപതി വന്ന് കുത്തിക്കിടന്നു. പിറ്റേ ദിവസം അപ്പന്റെ മുഖത്ത് നോക്കിയിട്ട് സങ്കടപ്പെടുന്ന മനസ്സോടെ ആ ചെറുക്കൻ ബാംഗ്ലൂരേക്ക് പോയിക്കുക. മാസം 20,000 രൂപയ്ക്ക് ജോലി ചെയ്യാൻ. 3.5 ഏക്കർ ഭൂമിയുള്ള എങ്ങനെ ഈ മണ്ണിൽ കൃഷി ചെയ്യും? ഇവിടെ കൃഷിയെ പരിപോഷിപ്പിക്കുന്ന ഒരു നയമുണ്ടോ? കൃഷി വകുപ്പിലൂടെ കൃഷി വളരണമെന്നുണ്ടോ? എല്ലാ ഓണക്കാലത്തും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി കൊണ്ടുവന്ന് ആവേശപൂർവ്വം ഓണച്ചന്ത നടത്തുന്നതിനപ്പുറം ഇവിടെയുള്ള മലയാളിയുടെ കൃഷിഭൂമിയിൽ ഒരു ക്യാബേജ്, ഒരു ബീൻസ് പയർ, ഒരു സാധാരണ പച്ചക്കറി സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണകൂടം ഉണ്ടോ ജോർജി? വലിയ അപകടമാണ്. ഇത്തരം ഭരണകൂടങ്ങളെ മാറ്റി പുതിയ ഭരണകൂടങ്ങൾ ഉണ്ടാകണമെങ്കിൽ ജോർജ് ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തണം. നമ്മുടെ തലമുറ ഇവിടെ നിൽക്കണം. നാം തീരുമാനിക്കണം ഇവിടെ ആര് ഭരിക്കണം. ഈ ജനാധിപത്യ പ്രക്രിയയിൽ നിർണായക സ്വാധീനമായി ക്രൈസ്തവ സമൂഹത്തിന് മാറാനാവണമെന്ന് നമ്മുടെ സഭാ നേതൃത്വം, നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ യുവജനങ്ങൾ ഒരു നിശ്ചയദാർഢ്യത്തോടെ തീരുമാനിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവൂ. ഇതാണ് വസ്തുത. വളരെ വ്യക്തമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ വിദേശങ്ങളിലേക്ക് കുടിയേറുന്ന വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷം പേരും നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ഇവിടെ നിൽക്കാൻ പറ്റാതെ ഏറ്റവും അവസാനത്തെ ഒരു ക്ലൈമാക്സിലാണ് അവർക്ക് വിദേശങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള തുകകളൊക്കെ ലോൺ എടുത്ത് വീടും പറമ്പും ഒക്കെ പണയപ്പെടുത്തി വിദേശങ്ങളിലേക്ക് പോകുന്നത്. നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ ശ്രീ ജോൺസണും ശ്രീ റോണിയും പറഞ്ഞതുപോലെ, അവരെ ഇവിടെ പിടിച്ചു നിർത്തുവാനുള്ള എല്ലാ സാഹചര്യം, രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യം, സാമൂഹ്യമായിട്ടുള്ള സാഹചര്യം, സാമ്പത്തികമായിട്ടുള്ള സാഹചര്യം, വിദ്യാഭ്യാസപരമായിട്ടുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ്. അതിന് അടിയന്തര പ്രാധാന്യത്തോടെയുള്ള നടപടികൾ എല്ലാ തലങ്ങളിൽ നിന്നും ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ ഭാവിയിൽ നമ്മൾ ഈ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഗോസ്റ്റ് ടൗണുകളായി കേരളത്തിലെ പല പ്രദേശങ്ങളും പല ഗ്രാമങ്ങളും പല നഗരങ്ങളും മാറാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിക്കുക ഒരുപക്ഷെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളായിരിക്കും. അതിനാൽ തിരിച്ചറിയുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ അടിയന്തര പ്രാധാന്യത്തോടു കൂടിയുള്ള നടപടികൾ എടുക്കുവാൻ ഇവിടുത്തെ സമുദായ നേതൃത്വവും ഒപ്പം തന്നെ ഇവിടുത്തെ പൊതുസമൂഹവും തയ്യാറാവുക എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, ഒപ്പം തന്നെ ശ്രീ റോണി തോമസ്, രണ്ടുപേർക്കും നന്ദി. താങ്ക് യു.